ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ HSST സിലബസിലെ ബയോകെമിസ്ട്രി പോർഷനിൽ നിന്നും പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ ആണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് നോക്കാം പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ. അപ്പോൾ ഈ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ എന്ന് പറയുന്നത് ഇത് നടക്കുന്ന സൈറ്റാണ് നമ്മൾ അറിയുകയാണെങ്കിൽ ഇതൊരു സൈറ്റോപ്ലാസത്തിലാണ് നടക്കുക. സൈറ്റോപ്ലാസമാണ് ഇതിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് ഒരു ഗ്ലൂക്കോസ് മെറ്റാബോളിസം തന്നെയാണ്. സോ സൈറ്റോപ്ലാസ്മിക് പാത്വേ ഓഫ് ഗ്ലൂക്കോസ് മെറ്റാബോളിസം ആണ്. ഈ സൈറ്റോപ്ലാസ്മിക് പാത്വേ ഓഫ് ഗ്ലൂക്കോസ് മെറ്റാബോളിസത്തിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നിന്ന് 2 പ്രോഡക്റ്റാണ് ഉണ്ടാകുന്നത്. അതിലൊരു പ്രോഡക്റ്റാണ് NADPH, മറ്റൊരു പ്രോഡക്റ്റാണ് റൈബോസ് 5-ഫോസ്ഫേറ്റ്. അപ്പോൾ നമുക്കിതിൽ 2 പ്രോഡക്റ്റ് കിട്ടുന്നു. ഒരു പ്രോഡക്റ്റ് NADPHും മറ്റൊന്നാണ് റൈബോസ് 5-ഫോസ്ഫേറ്റും. ഇങ്ങനെ 2 പ്രോഡക്റ്റ്. ഇതിൽ നിന്നും ATP ഒന്നും കിട്ടുന്നില്ല. ATP ഡയറക്റ്റായിട്ട് ഇതിൽ സിന്തസൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി നമുക്കറിയേണ്ടത് ഇത് ഏതെല്ലാം സെല്ലുകളിലാണ് നടക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് സെല്ലുകളിലാണ് ഇത് നടക്കുക എന്ന് നോക്കാം. സോ മോസ്റ്റ് ആക്റ്റീവ് ഇൻ സെൽസ് ലൈക്ക് ലിവർ, adipocyte, adrenal cortex, then testes, cells of testes, cells of ovaries, RBCs, etc. ഇങ്ങനെയുള്ള സെല്ലുകളിലാണ് ഇത് വളരെ ആക്റ്റീവായിട്ട് ഈ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ നടക്കുക. ഇനി ഞാൻ പറഞ്ഞു നമുക്കിതിൽ 2 പ്രോഡക്റ്റാണ് കിട്ടുന്നത്. കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്ന് NADPH ആണ്, മറ്റൊന്നാണ് റൈബോസ് 5-ഫോസ്ഫേറ്റ്. ഇങ്ങനെ 2 പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. നമുക്കിതിൽ NADPH എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് നോക്കാം. ദിസ് NADPH ഈസ് യൂസ്ഡ് ഫോർ സിന്തസിസ് ഓഫ് എന്തെല്ലാം സിന്തസൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു നോക്കാം. NADPH ഈസ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്സ്, സ്റ്റിറോയിഡ്സ്, കൊളസ്റ്ററോൾ, ന്യൂക്ലിയോടൈഡ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എക്സെട്ര. NADPH അതിൻ്റെ യൂസാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു ഫംഗ്ഷൻ NADPH ഈസ് ആൾസോ യൂസ്ഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ സെൽസ് ഫ്രം ഓക്സിഡേറ്റീവ് ഡാമേജ്. പ്രൊട്ടക്റ്റിംഗ് ദ സെൽസ് ഫ്രം ഓക്സിഡേറ്റീവ് ഡാമേജ്. അപ്പോൾ ഇങ്ങനെ 2 ഫംഗ്ഷനാണ്. ദേ ആർ യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്, സ്റ്റിറോയിഡ്, കൊളസ്ട്രോൾ, ന്യൂക്ലിയേറ്റഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് ആൾസോ യൂസ്ഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ സെൽസ് ഫ്രം ഓക്സിഡേറ്റീവ് ഡാമേജ്. ഇനി എന്താണ് ഈ ഓക്സിഡേറ്റീവ് ഡാമേജ് എന്ന് ചോദിച്ചാൽ it's a cell injury caused by the reactive oxygen species, ROS. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാക്കുന്ന ഒരു സെൽ ഡാമേജ് ആണ്, സെൽ ഇഞ്ചുറി ആണ്. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസസ് ലൈക്ക് സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽസ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഹൈഡ്രോക്സി റാഡിക്കൽസ്, ഇങ്ങനെയുള്ള റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാക്കുന്ന സെൽ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ NADPH യൂസ് ചെയ്യുന്നു. ഇനി നമുക്കറിയേണ്ടത് ഈ NADPH ഈ നമുക്കിപ്പോൾ ഇവിടെ ഒരു NADPH കിട്ടിയിട്ടുണ്ട്. ഈ NADPH എങ്ങനെയാണ് ഈ ഓക്സിഡേറ്റീവ് ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഈ NADPH ചെയ്യുന്നത് ദേ കൺവേർട്ട് ഓക്സിഡൈസ്ഡ് ഗ്ലൂട്ടാതയോൺ ഇൻറ്റു റെഡ്യൂസ്ഡ് ഗ്ലൂട്ടാതയോൺ. അപ്പോൾ ഇത് ചെയ്യുന്ന റോൾ ഇമ്പോർട്ടൻ്റ് ആണ്. NADPH എന്താ ചെയ്യുക? ഓക്സിഡേറ്റീവ് ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ബൈ കൺവെർട്ടിംഗ് ഓക്സിഡൈസ്ഡ് ഗ്ലൂട്ടാതയോൺ ടു റെഡ്യൂസ്ഡ് ഗ്ലൂട്ടാതയോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എൻസൈം. ഒരു എൻസൈം യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുക. ആ എൻസൈമിൻ്റെ പേരാണ് ഗ്ലൂട്ടാതയോൺ റിഡക്ടേഴ്സ്. ഗ്ലൂട്ടാതയോൺ റിഡക്ടേഴ്സ് എന്ന എൻസൈം യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുക. ഇനി ഈ എൻസൈംസ് യൂസ് ചെയ്ത് ഗ്ലൂട്ടാതയോണിനെ ഓക്സിഡൈസ്ഡ് ഗ്ലൂട്ടാതയോണിനെ റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഇത് എന്താണ് ചെയ്യുക? ഈ ROS എന്ന ഫ്രീ റാഡിക്കൽസ് പോലെയുള്ള ഓക്സിഡേറ്റീവ് ഡാമേജ് ഉണ്ടാക്കുന്ന ROS സ്പീഷീസുകളെ കൺവേർട്ട് ചെയ്ത് ഹാംലെസ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു. ഹാംലെസ് പ്രോഡക്റ്റ് ലൈക്ക് വാട്ടർ, ഓക്സിജൻ എക്സെട്ര. അപ്പോൾ ഇതാണ് ഇവർ ചെയ്യുന്ന റോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റൈബോസ് 5-ഫോസ്ഫേറ്റ് ആണ്. റൈബോസ് 5-ഫോസ്ഫേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുക? ദിസ് റൈബോസ് 5-ഫോസ്ഫേറ്റ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് DNA. അത് DNA സിന്തസിസിന് യൂസ് ചെയ്യുന്നു. They are used for the synthesis of RNA,
ATP മോളിക്യൂൾ, NAD+, FAD, കോഎൻസൈം എ, ഇങ്ങനെയുള്ളവയെല്ലാം സിന്തസൈസ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുന്നു? ഈ റൈബോസ് 5 ഫോസ്ഫേറ്റും യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റുകളാണ് നമുക്ക് പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേയിൽ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഈ സെഷനിൽ പറഞ്ഞത് പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേയുടെ സൈറ്റ് എവിടെയാണെന്നാണ്. സൈറ്റോപ്ലാസത്തിലാണ് ഈ പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേ നടക്കുക. ഇത് ആക്ച്വലി എന്താണ് പ്രോസസ്സ്? ഇതൊരു ഗ്ലൂക്കോസ് മെറ്റാബോളിസം പാത്വേ ആണിത്. ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതെല്ലാമാണ്? ഒന്ന് NADPH ആണ്, മറ്റൊന്ന് റുബിലോസ് 5 ഫോസ്ഫേറ്റ് ആണ്. ദെൻ അതെന്തിനെല്ലാം യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ സെഷനിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ബാക്കി പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേയും അതിൻ്റെ ബാക്കി മെക്കാനിസവും അടുത്ത സെഷനിൽ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.